ട്രിപ്പിൾ ഓം ശാന്തി. 36 ദിവ്യ ഗുണങ്ങളിൽ ഒരു ഗുണം കൂടെ ഉണ്ട്, പ്രസന്നത. അല്ല, അനവധി ഗുണങ്ങളുണ്ട്, അതിലൊന്ന് പറയാം, പ്രസന്നത. പ്രസന്നത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്യാർത്ഥം, ഭാവാർത്ഥം, സ്ഥൂലാർത്ഥം, സൂക്ഷ്മാർത്ഥം. ഇത് വലിയ വിഷയമായിട്ടാ. അത് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടാവും? ഞാൻ അത്രയും തലങ്ങളിലേക്ക് പോണില്ല. പ്രസന്നമായിരിക്കുക. ഒരു ചെറുപുഞ്ചിരി. നമ്മൾ പ്രസന്നം, സമ്പന്നം, പ്രസന്നം. നമ്മുടെ ഫേസ്, നമ്മുടെ കർമ്മം എല്ലാം പ്രസന്നമായിരിക്കും. അതിലേക്ക് നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ അത് ഓരോരുത്തർ യോഗം ചെയ്യുന്നതിൻ്റെയും കർമ്മം ചെയ്യുന്നതിൻ്റെയും അനുസരിച്ച് വരും. ഒരാൾ ഇന്ന രീതിയിൽ പ്രസന്നായാൽ ആ രീതിയിൽ തന്നെ മറ്റാൾ പ്രസന്നാവണം എന്നൊന്നും നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഒരാൾ ഏത് രീതിയിലാണോ പ്രസന്നം, ആ ആൾ ആ രീതിയിൽ. ആള് ജനിച്ച അന്ന് മുതൽ മരണം വരെ ഏത് രീതിയിലാണോ അത് രീതിയിൽ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദാഹരണമല്ല ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സാധാരണ യാത്ര ചെയ്യുകയാണെങ്കിലും ഏതൊരു ഇതിലാണെങ്കിലും എൻ്റെ ഒരു ഇതിലെന്ന് പറയുമ്പോൾ ഞാനൊരു ആയിട്ടാണ് പോകാറ്. അപ്പൊ വണ്ടി ഓടിക്കുകയാണെങ്കിലും ഒരു ചെറിയൊരു പുഞ്ചിരിയോട് പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിരിച്ച് അങ്ങനെയൊന്നും പോകാറില്ല. നമ്മള് ഞാനൊരു ആയിട്ടാണ് പോകാറ്. അപ്പൊ എനിക്കൊരു വഴി ചോദിക്കുകയാണെങ്കിലും ഒരാളോട് വഴി ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ശാന്തമായ രീതിയിൽ ഒരു പ്രസന്ന ഭാവത്തോട് കൂട്ടിയിട്ട് ഞാൻ ചോദിക്കും. ഓൾറെഡി എന്നെ ഒരു പരിചയമില്ലാത്ത ആളുകൾ പോലും ചിരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പരിചിതമായ രീതിയിൽ സംസാരിക്കേണ്ട അവർ പ്രസന്നമാണ്, നമ്മളും പ്രസന്നമാണ്. നേരെ മറിച്ച് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ചിലർ വേറെ ഏതെങ്കിലും ടെൻഷനിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വഴി ചോദിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ പൊട്ടിത്തെറിക്കാറുണ്ട്. അവരെ നമുക്ക് പ്രസന്നാക്കാനൊന്നും കഴിയില്ല. നമ്മൾ പ്രസന്നാണെങ്കിൽ നല്ലൊരു ശതമാനം നമുക്ക് കിട്ടേണ്ട റിപ്ലൈ കിട്ടും. ഇപ്പൊ ചില സമയത്ത് നമ്മളൊരു സ്ഥലത്ത് പോവാണ്, ആ നാട്ടിനെ പറ്റി ഒരു പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് വേഗം മനസ്സിലാവും. അതൊരു തരത്തില് നമ്മൾ പ്രസന്നായി, കാരണം ആൾക്കൊന്നും അറിയില്ല എന്നുള്ളത് നമുക്ക് വേഗം മനസ്സിലായി. എല്ലാ കാര്യത്തിലും പ്രസന്നമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അത് വലിയൊരു ഡീപ്പ് വിഷയമാണ്. അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗാധമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് പറയാൻ തന്നെ ഒരു ചെറുപുഞ്ചിരി, എനിക്കിത് മതി, ഞാൻ സമ്പന്നമാണ്, ഞാൻ പ്രസന്നമാണ്. ഇത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങും പ്രസന്നത. അനവധി വലിയ വിഷയം തന്നെയാണ് ട്രിപ്പിൾ ഓം ശാന്തി.